കാലാവസ്ഥ അനുകൂലമായതോടെ സാധാരണക്കാരനെ വലച്ച മത്സ്യവിലയ്ക്ക് ആശ്വാസമായി വിപണിയിൽ വില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനം തുടരുന്നതിനിടയിലും തീരക്കടലിൽ നിന്ന് വലിയ തോതിൽ മത്സ്യം ലഭിക്കുന്നതാണ് വിലക്കുറവിന് പ്രധാന കാരണം. കേരള തീരത്ത് അനുകൂലമായ കാലാവസ്ഥ തുടരുന്നതിനാൽ പ്രധാന ഹാർബറുകളിലെല്ലാം മത്സ്യബന്ധനം സജീവമാണ്. മത്തി, നത്തോലി, ചെമ്മീൻ, ചൂട എന്നിവയാണിപ്പോൾ കൂടുതലായി ലഭിക്കുന്നത്. സാധാരണ രീതിയിൽ ട്രോളിംഗ് തുടങ്ങുന്നതോടെ മത്സ്യലഭ്യത കുറയുകയും വില ഇരട്ടിയിലധികമായി കൂടുകയുമാണ് പതിവ്. ഇത്തവണയും ട്രോളിംഗ് ആരംഭിച്ചതോടെ വില രണ്ടിരട്ടിയായി കൂടിയിരുന്നു. എന്നാൽ നിലവിൽ മത്സ്യലഭ്യത കൂടിയത് വില കുറയാൻ കാരണമായി. കിലോയ്ക്ക് 240 മുതൽ 300 രൂപ വരെ എത്തിയിരുന്ന നത്തോലിയുടെ വില ഇപ്പോൾ 100 മുതൽ 110 രൂപ വരെയായി. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യങ്ങളിലൊന്നാണ് നത്തോലി. ലഭിക്കുന്നതിന്റെ വലിയൊരു പങ്ക് സംസ്ഥാനത്തിന് പുറത്തേക്കും കയറ്റി അയക്കുന്നുണ്ട്. മത്സ്യപ്രേമികളുടെ ഇഷ്ടവിഭവമായ മത്തിക്കും വിലക്കുറവുണ്ട്. നേരത്തെ 400 മുതൽ 450 രൂപ വരെ എത്തിയിരുന്ന മത്തിയുടെ കിലോ വില ഇപ്പോൾ 240 മുതൽ 280 രൂപ വരെയാണ്. വിപണിയിൽ വലിപ്പമേറിയ മത്തിയാണ് ഇപ്പോൾ കൂടുതലായി ലഭിക്കുന്നത്. ചൂടയുടെ വിലയും ഗണ്യമായി കുറഞ്ഞു. കിലോയ്ക്ക് 440 മുതൽ 450 രൂപ വരെ എത്തിയിരുന്ന ചൂട ഇപ്പോൾ 180 മുതൽ 200 രൂപ വരെയാണ് വിൽക്കുന്നത്. ചെറിയ ചെമ്മീൻ കിലോയ്ക്ക് 250 മുതൽ 300 രൂപ നിരക്കിലും ലഭ്യമാണ്. അതേസമയം ആവോലി, ഐക്കൂറ തുടങ്ങിയ ഉയർന്ന വിലയുള്ള മത്സ്യങ്ങൾക്ക് ഇപ്പോഴും കിലോയ്ക്ക് 1200 മുതൽ 1600 രൂപ വരെ വിലയുണ്ട്. മത്സ്യലഭ്യത അനുസരിച്ച് രാവിലെ ഒരു വിലയും വൈകിട്ട് മറ്റൊരു വിലയും എന്ന രീതിയിലാണ് വിപണിയിലെ സ്ഥിതി. 2 ദിവസമായി കാലാവസ്ഥ അനുകൂലമായതാണ് വില കുറഞ്ഞതെന്നും വരും ദിവസങ്ങളിൽ ലഭ്യതയ്ക്കനുസരിച്ച് വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. എന്നാൽ കോഴിത്തീറ്റയുടെ വിലയിലുണ്ടായ വർധനവിൽ അടിതെറ്റിയിരിക്കുകയാണ് കോഴി കർഷകർ. കോഴിക്കുഞ്ഞുങ്ങളുടെ വില ഇരട്ടിയോളമായി വർദ്ധിച്ചതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. ഇതോടെ ഓണം സീസണിൽ ഇറച്ചിക്കോഴി വില ഉയരുമെന്നുറപ്പായി. വില നിയന്ത്രണത്തിന് സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് മേഖലയിലെ സംഘടനകളുടെ ആവശ്യം. ചെറുകിട ഇടത്തരം കർഷകരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 50 കിലോയുടെ ഒരു ചാക്ക് കോഴിത്തീറ്റയുടെ വില 450 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി ഈ സമയത്താണ് കർഷകർ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി തുടങ്ങുന്നത്. എന്നാൽ കോഴിത്തീറ്റയുടെയും കോഴിക്കുഞ്ഞിന്റെയും അമിതവില കാരണം നിരവധി കർഷകർ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയും ചിലർ കൃഷി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇറച്ചിക്കോഴിയുടെ ലഭ്യത കുറയ്ക്കുകയും വില ഉയരാൻ ഇടയാക്കുകയും ചെയ്യും. സ്വന്തമായി കോഴി വളർത്തുന്നവർക്ക് ജോലിക്കൂലി പോലും പലപ്പോഴും ലഭിക്കാറില്ലെന്ന് കർഷകർ പറയുന്നു. വലിയ ഫാമുകളിൽ തൊഴിലാളികൾക്കുള്ള കൂലിയും കണ്ടെത്തണം. എന്നാൽ കേട്ടാൽ ഞെട്ടും വിധം മുട്ടവിലയും കുതിച്ചു കയറുകയാണ്. ഒരു മാസം മുൻപ് 6 മുതൽ 7 രൂപ വരെ വില ഉണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ചില്ലറ വിപണിയിൽ 8.50 രൂപ മുതൽ 9 രൂപ വരെയാണ് വില. വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള നാടൻ കോഴിമുട്ടയുടെ വില 10 രൂപയായി ഉയർന്നു. കൽപ്പറ്റയിൽ വെള്ളമുട്ടയ്ക്ക് 8.50 രൂപയും നാടൻ മുട്ടയ്ക്ക് 10 രൂപയുമാണ് വില. ബത്തേരിയിൽ വെള്ളമുട്ടയ്ക്ക് 8 രൂപയും നാടൻ കോഴിമുട്ടയ്ക്ക് 9 മുതൽ 10 രൂപ വരെയുമാണ് വില. 12 മുതൽ 13 രൂപ വരെയാണ് താറാവ് മുട്ടയുടെ വില. പുൽപ്പള്ളിയിൽ വെള്ളമുട്ടയ്ക്ക് 8 രൂപയാണ് വിപണി വില. നാടൻ കോഴിമുട്ടയ്ക്ക് 9 രൂപയും പനമരത്ത് വെള്ളമുട്ടയ്ക്ക് 8 രൂപയും നാടൻ കോഴിമുട്ടയ്ക്ക് 8.50 രൂപയുമാണ് വില. കാവുമന്തത്ത് വെള്ളമുട്ടയ്ക്ക് 7.80 രൂപയുമാണ് വില. നാടൻ കോഴിമുട്ടയ്ക്ക് 8.50 രൂപയും മാനന്തവാടിയിൽ വെള്ളമുട്ടയ്ക്ക് 8 രൂപയും നാടൻ കോഴിമുട്ടയ്ക്ക് 10 രൂപയുമാണ് വില. തമിഴ്നാട് സർക്കാരിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ മുട്ട ഉൾപ്പെടുത്തിയതോടെ കേരളത്തിലേക്ക് പ്രധാനമായി മുട്ടയെത്തുന്ന തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നുള്ള വരവ് പകുതിയോളമായി കുറഞ്ഞതാണ് വില കൂടാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഇതിനൊപ്പം കോഴിത്തീറ്റയുടെ വിലയിലുണ്ടായ വൻ വർധനയും കോഴി വളർത്തൽ മേഖലയെയും മുട്ട ഉൽപാദനത്തെയും ബാധിച്ചു. നിലവിൽ 50 കിലോഗ്രാം വരുന്ന ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 2300 രൂപ വരെയാണ് വില. നാമക്കലിൽ നിന്ന് പ്രതിദിനം 2,12,40,000 കോഴിമുട്ടയാണ് കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നതെന്നാണ് വ്യാപാരികളുടെ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ കണക്ക്. എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നാണ് മൊത്ത വ്യാപാരികളുടെ നിലപാട്. നാമക്കലിൽ മുട്ടവില 2025 മാർച്ചിൽ 5.80 രൂപ ഉണ്ടായിരുന്നത് 2026 ഏപ്രിൽ മുതൽ 6.40 രൂപയായി. ജൂണിൽ വീണ്ടും വർദ്ധിച്ച് വില 6.50 രൂപയായി. ഒരു മാസമായി ഇതാണ് വില. നാമക്കല്ലിലെ ഏറ്റവും കൂടിയ വിലയാണിത്. മുട്ട വില കുതിച്ചുയർന്നതോടെ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഡബിൾ ഓംപ്ലേറ്റിന് 40 രൂപയായി വില വർദ്ധിച്ചു. നേരത്തെ 30 രൂപയായിരുന്നു. ചായയും എണ്ണക്കടികളുമായി വൈകിട്ട് സജീവമാകുന്ന ചായക്കടകളിലും പലതിലും മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.